Good afternoon, friends. Today we are discussing about colloids. What are colloids? A colloid is a substance microscopically dispersed throughout another substance. The word colloid it comes from a Greek word kolla and eidos. Kolla means glue and eidos means like. So the word colloidal particles are glue-like substance. Uh, A scientist, Thomas Grab, in 1861, he studied the ability of dissolved substance to diffuse into water across a permeable membrane. അതായത് ഒരു പെർമിയബിൾ മെംബ്രെയിനിലേക്കൂടെ ഒരു സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് കടത്തി വിടുമ്പോൾ അത് വാട്ടറിൽ അതിന് ഡിഫ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെ കുറിച്ച് ഈ തോമസ് ഗ്രാബ് എന്ന് പറഞ്ഞ ഗ്രാബ് അല്ല തോമസ് ഗ്രഹാം എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് 1861 ഒരു സ്റ്റഡി നടത്തി. അതിൽ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള ഷുഗർ, യൂറിയ, സോഡിയം ക്ലോറൈഡ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് അദ്ദേഹം ഒരു പെർമിയബിൾ മെംബ്രെയിനിലേക്കൂടി പാസ് ചെയ്ത് അപ്പം കടത്തിവിട്ടപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഷുഗർ, യൂറിയ, സോഡിയം ക്ലോറൈഡൊക്കെ ആ പെർമിയബിൾ മെംബ്രെയിനിലൂടെ പാസ് ചെയ്തു. പക്ഷേങ്കിൽ ഗ്ലൂ, ജെലാറ്റിൻ, ഗം അറബിക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് ഒന്നും ഈ പെർമിയബിൾ മെംബ്രെയിനിലേക്കൂടി കടന്നു പോയില്ല. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഒബ്സർവേഷനിലാണ് എത്തിച്ചേർന്നത്. അങ്ങനെ ഈ ക്രിസ്റ്റൽസ് അതായത് ഈ പെർമിയബിൾ മെംബ്രെയിനിലൂടെ കടന്നു പോയ സബ്സ്റ്റൻസിനെ അദ്ദേഹം ക്രിസ്റ്റലോയിഡ്സ് എന്നും പെർമിയബിൾ മെംബ്രെയിനിലേക്കൂടി കടന്നു പോകാത്ത ഗ്ലൂ, ജെലാറ്റിൻ, ഗം അറബിക് അത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെ കൊളോയിഡ്സ് എന്നും നെയിം ചെയ്തു. അങ്ങനെ ഈ ക്രിസ്റ്റലോയിഡ്സും കൊളോയിഡ്സും തമ്മിലുള്ള അവയുടെ ബിഹേവിയറിലുള്ള ഡിഫറൻസിന് മെയിൻ കാരണം എന്താ പാർട്ടിക്കിൾ സൈസാണെന്ന് ആ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കി. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താൽ അതിൻ്റെ നേച്ചറിനെ കൺസിഡർ ചെയ്യാണ്ട് അതിനെ കൊളോയിഡ് ആക്കി കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? ആ സബ്സ്റ്റൻസിനെ കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ട് കൊളോയിഡ്സ് ആക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ കൊളോയിഡ്സ് എന്താണെന്ന് വ്യക്തമായല്ലോ. നെക്സ്റ്റ് 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണ് കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രൂ സൊല്യൂഷൻസ്, സെക്കൻഡ് കൊളോയിഡൽ സൊല്യൂഷൻ ആൻഡ് തേർഡ് വൺ സസ്പെൻഷൻ. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Solutions are made up of particles or solutes and a solvent. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ സൊല്യൂട്ടും സോൾവെൻറ്റും യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്നതിന് മെയ്ഡ് ചെയ്ത ഇതാണ് സൊല്യൂഷൻസ്. അത് ട്രൂ സൊല്യൂഷൻസ്. അപ്പോൾ ഈ ട്രൂ സൊല്യൂഷൻസിൻ്റെ solvent parts of the solution is usually liquid but can be a gas. The particles are atoms, ions or molecules that are very small in diameter. അതായത് ഈ ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെരി സ്മോൾ സൈസിലായിരിക്കും ഉണ്ടാവുക. അടുത്തത് കൊളോയിഡൽ മിക്സ്ചർ അല്ലെ കൊളോയിഡൽ സൊല്യൂഷൻ. ദിസ് കൊളോയിഡൽ സൊല്യൂഷൻ ഹാസ് പാർട്ടിക്കിൾസ് ദാറ്റ് ആർ നോട്ട് ആസ് സ്മോൾ ആസ് എ സൊല്യൂഷൻ ആൻഡ് നോട്ട് ആസ് ലാർജ് ആസ് എ സസ്പെൻഷൻ. അതായത് ഈ സൊല്യൂഷൻ്റെ അത്ര ചെറുതുമല്ല, എന്നാൽ സസ്പെൻഷൻ അത്ര വലുതുമല്ലാത്ത ഒരു മീഡിയം ഒരു ഇൻ്റർമീഡിയറ്റ് സൈസിലുള്ള അവയാണ് കൊളോയിഡൽ സൊല്യൂഷൻസ്.
Third one, suspension. Suspensions made up of particles and a solvent. Its particles are larger than those found in a solution. അതായത് സൊല്യൂഷനെക്കാളും വലിയ പാർട്ടിക്കിൾസ് ലാർജർ പാർട്ടിക്കിൾസ് ആയിരിക്കും എന്തിന് സസ്പെൻഷൻ. ദ പാർട്ടിക്കിൾസ് ഇൻ എ സസ്പെൻഷൻ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സസ്പെൻഷൻ ഇവൻലി ബൈ ഷേക്കിംഗ് ദ മിക്സ്ചർ. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ സൈസ് 1 നാനോമീറ്ററിൽ കുറവാണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻ എന്താ പേര് പറയാ? അങ്ങനെയുള്ള സൊല്യൂഷൻ പറയുന്നത് ട്രൂ സൊല്യൂഷൻസ്. അതുപോലെ ഈ സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ സൈസ് 1 നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇടയിലാണെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് കൊളോയിഡൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നു. മൂന്നാമത്തേത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് 100 നാനോമീറ്ററിൽ കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ് സസ്പെൻഷൻ. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് സൊല്യൂഷൻസ് പഠിച്ചു: ട്രൂ സൊല്യൂഷൻ, കൊളോയിഡൽ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ഇനി നമുക്ക് കൊളോയിഡ്സിനുള്ള കുറച്ച് എക്സാമ്പിളാണ്. കൊളോയിഡ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഫോഗ്, ഐസ്ക്രീം, ബട്ടർ, എയറോസോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ കൊളോയിഡ്സിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഏതല്ല എന്ന് വെച്ചാൽ മിൽക്ക്, ഫോഗ്, സ്മോക്ക്, ബ്ലഡ്, പെയിൻറ്റ്സ്, കോസ്മെറ്റിക്സ്, ഡിറ്റർജൻസ്, എയറോജൽ, ഫോംസ് ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കൊളോയിഡ്സിനുള്ള എക്സാമ്പിളാണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ colloidal solutions are heterogeneous in nature and they always consist of at least 2 phases. അതായത് ഈ കൊളോയിഡൽ സൊല്യൂഷന് അറ്റ്ലീസ്റ്റ് 2 ഫേസെങ്കിലും ഉണ്ടായിരിക്കും. കൊളോയിഡൽ സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഫേസ്. ഏതൊക്കെയത്? ഫസ്റ്റ് വൺ എ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് സെക്കൻഡ് വൺ എ ഡിസ്പേർഷൻ മീഡിയം. ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഡിസ്കണ്ടിന്യൂസ് ഫേസ് എന്നും പിന്നെ ഡിസ്പേർഷൻ മീഡിയത്തെ കണ്ടിന്യൂസ് ഫേസ് എന്നും പറയാം. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ സ്മോൾ പ്രൊപ്പോർഷൻ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ സൈസ്. കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും അതിലുണ്ടാവുക. അതായത് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ ആയിരിക്കും അതിൻ്റെ കൊളോയിഡൽ സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്യാൻ അതിനൊരു മീഡിയം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു മീഡിയമാണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ ഡിസ്പേർഷൻ മീഡിയത്തിനും ഡിസ്പേഴ്സ്ഡ് ഫേസിനും കൂടിയുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഏതാ? ഇപ്പോൾ സൾഫർ ഇൻ വാട്ടർ, സൊല്യൂഷൻ ഓഫ് എ സൾഫർ ഇൻ വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിലെ ആ സൾഫർ പാർട്ടിക്കിൾസാണ് ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് കാണുന്നത്. അതുപോലെ ഡിസ്പേർഷൻ മീഡിയ ആണ് ഇവിടെ ഡിസ്പേർഷൻ മീഡിയ ആയിട്ട് വാട്ടറാണ് ഉള്ളത്. അപ്പോൾ ഒരു സൾഫർ ഇൻ വാട്ടറിലുള്ള ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് സൾഫറും ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് വാട്ടറും ആയിരിക്കും. ഇനി ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ കൊളോയിഡൽ സിസ്റ്റത്തെ 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 8 ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റം നമുക്ക് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് പറയാൻ പറ്റും. അതിൽ ഒന്നാമത്തേതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആണെങ്കിൽ അങ്ങനെ ആ ടൈപ്പ് കൊളോയിഡ്സിനെ സോളിഡ് സോൾ എന്ന് പറയാം. അപ്പോൾ ഈ സോളിഡ് സോളിൻ്റെ എക്സാമ്പിൾസ് എന്തല്ല? ഗം സ്റ്റോൺസ്, കളേർഡ് ഗ്ലാസസ് അതെല്ലാം ഈ സോളിഡ് സോളിനുള്ള എക്സാമ്പിളാണ്. സെക്കൻഡ് വൺ ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ആർ സോൾ. എക്സാമ്പിൾ പെയിൻറ്റ്സ്, സെൽ ഫ്ലൂയിഡ്സ് എക്സെട്ര. Then third one, dispersed phase solid and dispersed medium gas. That type of colloids are aerosol. Example smoke, dust, etc. Then fourth one, dispersed phase liquid, dispersion medium
solid, that type of colloids are gel. Examples for gel are cheese, butter, jellies, etc. Then dispersed phase liquid and dispersion medium also liquid. That type of colloids are emulsion. Example milk, hair cream, etc. Then sixth one, dispersed phase liquid and dispersion medium gas. That type of colloids are aerosol. Example fog, mist, cloud, insecticide sprays. Seventh one, dispersed phase gas, dispersion medium solid. That type of colloids are solid sol. Example pumixton, foam rubber. Eighth one, dispersed phase gas and dispersion medium liquid, and that type of colloids are foam. Example froth, whipped cream, soap leather, etc. അപ്പോൾ നമ്മൾ 8 ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റംസ് കണ്ടു. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് കൊളോയിഡൽ സൊല്യൂഷൻസ്, ഒന്ന് സോൾസ്, അതായത് സോളിഡ് ഇൻ ലിക്വിഡ് സോൾസ്, ദെൻ ലിക്വിഡ് ഇൻ സോളിഡ് ജെൽസ്, ലിക്വിഡ് ഇൻ ലിക്വിഡ് എമൽഷൻസ്. ഈ മൂന്ന് സോൾസ്, ജെൽസ്, എമൽഷൻസ്, ഈ മൂന്ന് സൊല്യൂഷൻസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കൊളോയിഡൽ സൊല്യൂഷൻ. If dispersion medium is water, then the sol is called hydrosol. If the dispersion medium is alcohol, the sol is called alkosol. Dispersion medium വാട്ടർ ആണെങ്കിൽ അത് ഹൈഡ്രോസോൾ എന്നും, ഡിസ്പെർഷൻ മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ അവയെ ആൽക്കോസോൾ എന്നും പറയുന്നു. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് based on interaction between phases and on the basis of molecular size. അതായത് കൊളോയിഡ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തേത് ഫേസസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ ബേസിസിലും, രണ്ടാമത്തേത് മോളിക്കുലാർ സൈസിൻ്റെ ബേസിസിലും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻ്ററാക്ഷൻ നോക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻ്ററാക്ഷനിൽ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ dispersed phase and the dispersion medium. Colloidal solution have been classified into two categories. First one, lyophilic colloids, and second, lyophobic colloids. ഈ ലയോഫിലിക് കൊളോയിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ലയോഫിലിക് കൊളോയിഡ്സ്. ലയോഫിലിക് എന്ന് പറഞ്ഞ വേർഡിന് മീനിങ് തന്നെ എന്താ? സോൾവെൻറ്റ് ലവിങ് എന്നാണ്. ലയോഫിലിക് എന്ന വേർഡ് മീനിങ് സോൾവെൻറ്റ് ലവിങ്. ലയോഫിലിക് കൊളോയിഡൽ സൊല്യൂഷനിലെ ഡിസ്പേഴ്സ്ഡ് ഫേസിന് ഡിസ്പേർഷൻ മീഡിയമായിട്ട് ഒരു ഗ്രേറ്റർ അഫിനിറ്റി ഉണ്ട്. അതായത് ഒരു സ്ട്രോങ് അട്രാക്ഷൻ അവ തമ്മിൽ ഉണ്ട്. നമ്മൾ ഗ്ലൂ, ഗം, ജെലാറ്റിൻ, സ്റ്റാർച്ച് അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഒരു സ്യൂട്ടബിൾ ഡിസ്പേർഷൻ മീഡിയത്തിൽ മിക്സ് ചെയ്താൽ അത് ഡയറക്റ്റായിട്ട് കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് പാസ് ചെയ്ത് കൊളോയിഡൽ സൊല്യൂഷൻ ഫോം ചെയ്യും. അങ്ങനെ ഈ ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും തമ്മിലുള്ള ആ ഡയറക്റ്റ് കോണ്ടാക്ട്, അവ തമ്മിലുള്ള ആ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് ഇങ്ങനെയുള്ള സൊല്യൂഷൻ ഈസി ആയിട്ട് ഫോം ചെയ്യാൻ കാരണം. ഈ ലയോഫിലിക് കൊളോയിഡ്സ് റിവേഴ്സിബിൾ ആണ്. അതിൻ്റെ ഈ റിവേഴ്സിബിൾ എന്നുള്ളതാ ആ ഒരു സൊല്യൂഷൻ്റെ മെയിൻ, അതായത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഈ കൊളോയിഡൽ സൊല്യൂഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി തന്നെ ഇത് റിവേഴ്സിബിൾ ആണ് എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ കൊളോയിഡൽ സൊല്യൂഷൻ റിവേഴ്സിബിൾ ആവാൻ കാരണം? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലയോഫിലിക് കൊളോയിഡൽ സൊല്യൂഷനിൽ നിന്നും ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തിനും ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ ആ സെപ്പറേറ്റ് ചെയ്ത അവയെ വീണ്ടും നമുക്ക് റീമിക്സ് ചെയ്യാം. ഈ രണ്ട് ഫേസിനെയും ഒരുമിച്ച് വീണ്ടും റീമിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് റിവേഴ്സിബിൾ ആണെന്ന് പറയാൻ കാരണം. And also these salts are quite stable. ഇപ്പോൾ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്. നമുക്ക് ലയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ നോക്കാം.
സ്റ്റാർച്ച് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർച്ച്, ജലാറ്റിൻ, റബ്ബർ, പ്രോട്ടീൻ ഇവയെല്ലാം ലയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിളാണ്. ഇതിനെ ഇൻട്രിൻസിക് കൊളോയിഡ്സ് എന്നും പറയാം. അടുത്തത് ലയോഫോബിക് കൊളോയിഡ്സ്. ലയോഫിലിക് കൊളോയിഡ്സിന് ലയോഫിലിക്കിന് മീനിങ് നമ്മൾ എന്താ പറഞ്ഞേ? ലയോഫിലിക് മീൻസ് സോൾവെൻറ്റ് ലവിങ്. അപ്പോൾ ഇവിടെ ലയോഫോബിക് എന്തായിരിക്കും? ലയോഫിലിക്കിന് നേരെ ഓപ്പോസിറ്റ്, സോൾവെൻറ്റ് ഹെയ്റ്റിംഗ്. ദ വേർഡ് ലയോഫിലിക് മീൻസ് സോൾവെൻറ്റ് ഹെയ്റ്റിംഗ്. അപ്പോൾ ലയോഫോബിക് മീൻസ് സോൾവെൻറ്റ് ഹെയ്റ്റിംഗ്. ഈ ലയോഫോബിക് കൊളോയിഡൽ സൊല്യൂഷനിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ ഒരു അഫിനിറ്റിയും ഇല്ല. എന്ന് വെച്ചാൽ ഈ മെറ്റൽസ് ലൈക്ക് AU, AG and their hydroxides, sulfides, etc. when simply mixed with the dispersion medium do not pass directly into colloidal solution. നമ്മൾ സിൽവർ, AU, പിന്നെ ഹൈഡ്രോക്സൈഡ്സ്, സൾഫൈഡ്സ് ഇവ ഇങ്ങനത്തെ ഒരു ഡിസ്പേർഷൻ മീഡിയം, അതിന് സ്യൂട്ടബിൾ ആയ ഒരു ഡിസ്പേർഷൻ മീഡിയത്തിൽ മിക്സ് ചെയ്താൽ അത് ഡയറക്റ്റ് ആയിട്ട് കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് പോകൂല. അതിനൊരു സ്പെഷ്യൽ മെത്തേഡ് തന്നെ ആവശ്യമാണ്. അപ്പോൾ ദീസ് സൊല്യൂഷൻസ് ക്യാൻ ബി readily precipitated, and once precipitated they have little tendency to go back into the colloidal state, and also they are irreversible in nature. Thus they are irreversible in nature. Also they are not very stable and it require a സ്റ്റെബിലൈസിങ് ഏജൻറ്റ്. അതായത് കൊളോയിഡൽ ഫോം നിലനിൽക്കാൻ വേണ്ടി അതിനൊരു സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ആവശ്യമാണ്. ഇവിടെ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ എന്ത് പറയും? അതിനെ ഹൈഡ്രോഫോബിക് സൊല്യൂഷൻ എന്ന് പറയാം. ആൻഡ് ഓൾസോ ഇറ്റ് റെഫേഴ്സ് ആസ് എക്സ്ട്രിൻസിക് കൊളോയിഡ്സ് എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ള എക്സാമ്പിൾ നോക്കാം. മുന്നേ നമ്മൾ പറഞ്ഞു AU, AG, പിന്നെ ഹൈഡ്രോക്സൈഡ്സ്, സൾഫൈഡ്സ് ഇതൊക്കെയാണ് ഈ ലയോഫോബിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലാർ സൈസ്. മോളിക്കുലാർ സൈസിൻ്റെ ബേസിൽ മൂന്നായിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്, 2 മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്, 3 അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അതിൽ ഫസ്റ്റ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് നമുക്ക് നോക്കാം. മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്താ? ഹിയർ ഇൻഡിവിജ്വലി ദ ആറ്റംസ് ആർ നോട്ട് ഓഫ് കൊളോയിഡൽ സൈസ് ബട്ട് ദേ അഗ്രിഗേറ്റ് ടു ജോയിൻ ടുഗെദർ ഫോമിങ് എ മോളിക്യൂൾ ഓഫ് കൊളോയിഡൽ ഡയമെൻഷൻ. അതായത് ഈ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സിന് ആറ്റംസിന് ഒന്നും ഈ കൊളോയിഡൽ സൈസിലല്ല, പക്ഷെ അത് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊളോയിഡൽ ഡയമെൻഷനുള്ള മോളിക്യൂൾസ് ഫോം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സൾഫർ സോൾ കണ്ടെയ്ൻ അഗ്രിഗേറ്റ്സ് ഓഫ് S8 മോളിക്യൂൾസ്. ഇറ്റ് ഫോൾ ഇൻ കൊളോയിഡൽ ഡയമെൻഷൻ. അപ്പം ഗോൾഡ് സോൾ, സൾഫർ സോൾ ഒക്കെ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സിന് എക്സാമ്പിളാണ്. Second one, macromolecular colloids. In macromolecular colloids, in this type of colloids, the size of the particles of the dispersed phase are big enough to fall in the colloidal dimension. That is greater than 100 nanometer. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ പാർട്ടിക്കിൾ സഫീഷ്യൻ്റ്ലി ലാർജർ ഇൻ സൈസ് ആയിരിക്കും. 100 നാനോമീറ്റർ വരെ ഒക്കെ അതിന് സൈസ് വരും. അപ്പോൾ നാച്ചുറലി ഒക്കറിങ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് ഏതൊക്കെയാ? സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ എക്സെട്ര ഇവയെല്ലാം നാച്ചുറലി ഒക്കറിങ് മോളിക്കുലാർ കൊളോയിഡ്സിന് എക്സാമ്പിൾ. അടുത്തത് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അസോസിയേറ്റഡ് കൊളോയിഡ്സിൽ ലോ കോൺസെൻട്രേഷനിലാണ് സബ്സ്റ്റൻസ് എങ്കിൽ അത് നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ ഇറ്റ് ഗെറ്റ്സ് അസോസിയേറ്റഡ് at higher concentration and to form micelles and behave as colloidal solution. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സോപ്പ് എടുത്താൽ, സോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഡിയം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് RCOONA. When put in water, soap form RCOO- and Na,
COO മൈനസും Na+ അയോണുമായിട്ട് മാറും. അപ്പോൾ ഇതിൽ ഈ RCOO- അസോസിയേറ്റഡ് ദംസെൽഫ് അറൗണ്ട് ഡേർട്ട് പാർട്ടിക്കിൾസ്, ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഡേർട്ട് പാർട്ടിക്കിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിഗറും കൂടി ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. സെമിനാർ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. താങ്ക് യു.